എല്ലാവരും സുഖമല്ലേ? ഇന്ന് പ്രോൺസിനെ കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കാൻ കാണിച്ചു തരാം. യൂഷ്വലി പ്രോൺസ് നല്ല സ്പൈസി ആയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഇപ്രാവശ്യം കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു പ്രോൺസ് ചെയ്യാം, വ്യത്യാസമായിട്ടുണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് ഒരു 750 ഗ്രാംസ് പ്രോൺസ് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാൽ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീവെയിൻ ചെയ്യുന്നത് തല മുതൽ വാല് വരെ ഒരു ഷാർപ്പ് നൈഫ് എടുത്ത് വരഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള വെയിന് വലിച്ചെടുത്താൽ മതി. ഇത് ഫ്രോസൺ ആണ്. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ: സവാള ഒരു 2 എണ്ണം വലുത് നീട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, നേരിയതായിട്ട് അരിയുക. പിന്നെ ഒരു 3 മീഡിയം സൈസായിട്ടുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നന്നായി വഴറ്റി കാരമലൈസ് ആവുന്ന പോലെ എടുക്കേണ്ടതാണ് നമുക്ക്. പിന്നെ 2 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് ഓൾട്ടർ ചെയ്യുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകം, കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഗാർലിക് പൊടിയായി അരിഞ്ഞത്. പിന്നെ ഗരം മസാല പൊടി, അത് ഏതെങ്കിലും ബ്രാൻഡ് എടുത്തോ, അതൊരു ടീസ്പൂൺ മതി. പിന്നെ ട്യൂമറിക് ഒരു ടീസ്പൂണ്. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂണ് പഞ്ചസാര. പിന്നെ മേത്തി ലീവ്സ്, അതും ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഓരോന്നായി വഴറ്റിയെടുക്കാം. ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും എടുത്തോ. പിന്നെ പെരുംജീരകം ആദ്യം വഴറ്റാം, പിന്നെ എന്നിട്ട് ഗാർലിക് ഇട്ട് വഴറ്റാം. ഈ നമ്മൾ മുളക് പൊടി എടുക്കുന്നത് കാശ്മീരി മുളക് പൊടി കൂടുതൽ എടുത്തിട്ട് മറ്റേ മുളക് പൊടി കുറച്ചെടുക്കുക. കളറാണ് കൂടുതൽ വേണ്ടത് നമുക്ക്. ഇതിന് ഞാനിന്ന് കാശ്മീരി മുളക് പൊടിക്ക് പകരം പപ്രിക്ക എടുത്തിട്ടുള്ളത്. എന്താ നിങ്ങളുടെ അടുത്തുള്ളതെന്ന് വെച്ചാൽ അതിട്ടോ. പിന്നെ സവാള ഇട്ട് വഴറ്റാം. അന്നേരം കുറച്ച് ഉപ്പും ഇടാം, നമുക്ക് വേഗം വഴണ്ട് കിട്ടും. അതൊന്ന് നല്ല ട്രാൻസ്ലൂസൻ്റ് ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇഞ്ചി ഒക്കെ ഇടും, അതൊന്നും ഇല്ലാണ്ട് ചെയ്യുന്നൊരു റെസിപ്പിയാണ്. പിന്നെ നമുക്ക് തക്കാളി ഇടാം. തക്കാളി നല്ല വഴണ്ട് വരുന്ന വരെ ആക്കാം. എന്നിട്ടാണ് ബാക്കി പൊടിയൊക്കെ ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഷുഗർ ഇടാം, അപ്പോൾ ഒന്ന് കാരമലൈസ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സാധാരണ നോൺ വെജിൻ്റെ അകത്തൊക്കെ മധുരം ഇടുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർക്ക് തോന്നും, പക്ഷേ നന്നായിട്ടുണ്ടാവും. പ്രോൺസിന് പ്രത്യേകിച്ചിട്ട്, പ്രോൺസിനും ഞണ്ടിനൊക്കെ ഒരു സ്വീറ്റ്നെസ് നാച്ചുറലി തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഈ മധുരം അങ്ങനെയൊന്നും അറിയില്ല. മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു. എന്നിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് പ്രോൺസ് ഇടാം. പ്രോൺസിൻ്റെ വാൽ അങ്ങനെ വെച്ചെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഞണ്ടൊക്കെ കഴിക്കുമ്പം മസാല അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതുപോലെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഡ്രൈ ആയിട്ട് ഉണ്ടാവുക. എന്നിട്ട് അതൊന്ന് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് ടോട്ടൽ വേവിക്കാൻ പാടുള്ളൂ. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ പ്രോൺസ് നല്ല കല്ല് പോലെയാവും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ 10 മിനിറ്റിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക പ്രോൺസിനെ, മസാലയൊക്കെ പിടിക്കട്ടെ. പെരുംജീരകത്തിൻ്റെ ഫ്ലേവറാണ് മുന്നേ നിൽക്കുക, മേത്തി ലീവ്സിൻ്റെ അതും. ഇപ്പം നമുക്ക് മേത്തി ലീവ്സ് ഇടാം. ഈ ഡിഷ് പത്തിരീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഞാൻ നെയ്പത്തിരീൻ്റെ കൂടെയാണ് കഴിക്കുന്നത്.
അതിൻ്റെ റെസിപ്പി പിന്നെ കാണിച്ചു തരാം. അത് ക്വിക്കായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇടാണ്ട് ചെയ്തതാണ്. താങ്ക്സ് കേട്ടോ.